എവർഗ്രീൻ നായിക എന്നാണ് നദിയയെക്കുറിച്ച് ആരാധകർ പറയുന്നത്. ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയിലെ മുൻനിര നായികയായി നിറഞ്ഞു നിന്ന നദിയ വിവാഹത്തോടെ സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചുവന്ന നദിയ രണ്ടാം വരവിലും കയ്യടി നേടി. ഇപ്പോൾ ശ്രദ്ധേയമായ വേഷങ്ങളിലൂടെ കയ്യടി നേടുകയാണ് നദിയ. ഇപ്പോഴിതാ തന്റെ വിവാഹത്തെക്കുറിച്ചും സിനിമയ്ക്ക് പുറമെയുള്ള ജീവിതത്തെക്കുറിച്ചുമൊക്കെ മനസ്സ് തുറക്കുകയാണ് നദിയ മൊയ്തു. വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് നദിയ മൊയ്തു മനസ്സ് തുറക്കുന്നത്. അച്ഛനും അമ്മയും ടാറ്റയിലാണ് ജോലി ചെയ്തിരുന്നത്. ഞാനും അനുജത്തിയും സ്കൂളിലായിരിക്കുമ്പോൾ എല്ലാ അവധിക്കാലത്തും അച്ഛന്റെ നാടായ തലശ്ശേരിയിലും അമ്മയുടെ നാടായ തിരുവല്ലയിലും വന്നു താമസിക്കും. നാട്ടിലെ സ്ത്രീകൾ മുണ്ടും ബ്ലൗസും അണിഞ്ഞ് ഒപ്പം തോർത്ത് ധാവണി പോലെ ഇട്ടു നടന്നു പോകുന്നത് കാണുമ്പോൾ കുട്ടിക്കാലത്ത് വലിയ കൗതുകമായിരുന്നു. വലുതായപ്പോൾ മനസ്സിലായി അത് പാടത്തും പറമ്പിലും പണിയെടുക്കാനുള്ള സൗകര്യത്തിനാണെന്ന്. വസ്ത്രങ്ങൾ എപ്പോഴും സൗകര്യത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് ധരിക്കേണ്ടതാണെന്ന് നദിയ പറയുന്നു. സിനിമയിൽ എത്തും മുൻപ് തന്നെ ശിരീഷുമായി പ്രണയത്തിലായിരുന്നു. കോളേജ് പ്രണയമായിരുന്നു. തമിഴിലും തെലുങ്കിലും അഭിനയിച്ചെങ്കിലും 3 വർഷത്തിനുള്ളിൽ വിവാഹിതയായി US പറന്നു. അച്ഛനമ്മമാരെ ഞാൻ നന്ദിയോടെ ഓർക്കും. പ്രോമിസിംഗ് ആയ കരിയർ കിട്ടിയിട്ടും ഇത്ര ചെറുപ്പത്തിൽ തന്നെ എന്റെ ഇഷ്ടത്തിന് വിവാഹം ചെയ്യാൻ അനുവദിച്ചതോർത്ത് ഒന്നും പ്ലാൻ ചെയ്യാറില്ല അന്നും ഇന്നും. ജീവിതത്തിലേക്ക് വരുന്നതിനെ കൈനീട്ടി സ്വീകരിച്ച് ആ ഒഴുക്കിൽ അങ്ങ് പോവുകയാണെന്നും താരം പറയുന്നു. മക്കൾ മുതിർന്ന ശേഷമാണ് സിനിമയിലേക്കുള്ള രണ്ടാം വരവ്. എം കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മി എന്ന തമിഴ് സിനിമ. നോക്കെത്താ ദൂരത്ത് പോലെ തന്നെ അതും ഒരു ടൈംലെസ് മൂവിയാണ്. എക്കാലത്തെയും ഹിറ്റ്. എന്നിട്ടും ഇനി എനിക്ക് സിനിമ മതി എന്നൊന്നും ചിന്തിച്ചില്ല. ശിരീഷിന്റെ ജോലി സംബന്ധമായി മുംബൈയിൽ തിരിച്ചെത്തി സെറ്റിൽ ചെയ്ത ശേഷമാണ് സിനിമയിൽ ഇപ്പോഴും സജീവമായതെന്നും നദിയ പറയുന്നു. മക്കൾ രണ്ടുപേരും ജോലിക്കാരായി. സനം ന്യൂയോർക്കിൽ, ജാന ലണ്ടനിൽ. സിനിമയിൽ നിന്ന് ബ്രേക്ക് എടുക്കാതിരുന്നുവെങ്കിൽ ഈ 40 വർഷത്തിനുള്ളിൽ എണ്ണമറ്റ ചിത്രങ്ങളിൽ അഭിനയിക്കാൻ സാധിക്കില്ലായിരുന്നു എന്നൊക്കെ ചിലർ ചോദിക്കും. കുറെയൊക്കെ ശരിയായിരിക്കും. പക്ഷേ ഇപ്പോഴും ആളുകൾ അന്നത്തെ പോലെ സ്നേഹിക്കുന്നുണ്ടല്ലോ, അത് വലിയ അനുഗ്രഹമല്ലേ എന്നാണ് താരം ചോദിക്കുന്നത്. വണ്ടർ വുമൺ, ഭീഷ്മപർവം എന്നീ സിനിമകളിലാണ് അവസാനമായി നദിയയെ മലയാളത്തിൽ കണ്ടത്. ലെറ്റ്സ് ഗെറ്റ് മാരിഡ് എന്ന ചിത്രത്തിലാണ് നദിയ അവസാനമായി അഭിനയിച്ചത്. ബിഗ് സ്ക്രീനിന് പുറമെ OTTയിലും സാന്നിധ്യം അറിയിച്ച താരമാണ് നദിയ മൊയ്തു.